തൻ്റെ സഭയോട് പരിശുദ്ധാത്മാവ് ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുക. ക്ലേശപൂർണമായ സമയങ്ങൾ സഭയിലുണ്ടാകും, കുടുംബങ്ങളിലുണ്ടാകും, തലമുറകളിലുണ്ടാകും, വ്യക്തിജീവിതത്തിലുണ്ടാകും, ആത്മീയ ശുശ്രൂഷകളിൽ, ആത്മീയ മേഖലകളിൽ ക്ലേശപൂർണമായ കഷ്ടപ്പാടിൻ്റെ, സഹനത്തിൻ്റെ നാളുകൾ കടന്നു വരുമെന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. നമ്മുടെ വിശ്വാസം വളർന്നില്ലെങ്കിൽ നമ്മളൊക്കെ നിരാശിതരും അസംതൃപ്തരും, നമ്മൾ വിഷാദികളും, നമ്മളിങ്ങനെ ആകെ ഡിപ്രഷൻ അടിച്ച് ഒരു സന്തോഷവുമില്ലാതെ ഒരു യാന്ത്രികമായ ജീവിതത്തിൽ അടിമപ്പെട്ടു പോകുന്ന വ്യക്തികളായിട്ട് മാറാൻ ഒത്തിരി സാധ്യതയുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ പറയുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, വിശ്വാസമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ 11:6 പറയുന്നത്. ഹെബ്രായർ 11:6, ആ രണ്ട് വാക്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച്. ഹെബ്രായ പുസ്തകം 11:6 എന്താ പറയുന്നത്? അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ്, എല്ലാവരും സമൂഹം ഉച്ചത്തിൽ വായിക്കാൻ അറിയുന്നവർക്ക് സ്വരത്തിൽ വായിച്ച്, താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഏക വഴി എന്താണ്? വിശ്വാസമില്ലാതെ നമ്മൾ തീർത്ഥാടനം നടത്തിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. വിശ്വാസമില്ലാതെ നേർച്ച കാഴ്ചകൾ കൊടുത്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിശ്വാസമില്ലാതെ ദൈവജനത്തിന് മുൻപിൽ വന്നിരുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നത്, കർത്താവിൻ്റെ കൃപാവരങ്ങൾ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ, കർത്താവ് തരുന്ന സൗഖ്യം, വിമോചനം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രധാന വഴി എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഉറക്കെ പറ, വിശ്വാസമില്ലാതെ ദൈവം പ്രവർത്തിക്കില്ല. പറഞ്ഞേ, പരിശുദ്ധാത്മ പ്രവർത്തിക്കില്ല. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കണോ? വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ചുമ്മാ പ്രാർത്ഥിച്ചതുകൊണ്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നീ വിശ്വാസത്തോടെ ആരാധിക്കണം. നീ വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിക്കണം. നീ വിശ്വാസത്തോടെ മുട്ടുകുത്തണം. നീ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ വിരിക്കുമ്പോൾ നിനക്ക് ആവശ്യമായ വിമോചനം, നിനക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ, നിനക്ക് ആവശ്യമായ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് പകരും. വിശ്വാസമില്ലാതെ കർത്താവിൻ്റെ ഒരു പ്രവർത്തനവും കാണാൻ പറ്റില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേറെ ഒരു ഷോർട്ട് കട്ടില്ല സഹോദരങ്ങളെ.